ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രവാസി വെൽഫെയർ പെൻഷനിൽ ക്യാഷ് അടക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും മാസാമാസം അതാത് മാസത്തെ എമൗണ്ട് അടക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ഒരുപാട് വർഷത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർഷത്തേക്കൊക്കെ ഒരുമിച്ച് അടക്കുന്നത് എന്ന്. അപ്പോൾ ഇതിന് മുന്നേ 1, 2 വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്കിലും പുതുതായി നമ്മളിന്നൊരു വലിയൊരു എമൗണ്ട് അടക്കുന്ന ഒരു വീഡിയോ ആണിന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പ്രവാസി വെൽഫെയർ പെൻഷനിൽ അംഗത്വമെടുത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രവാസി വെൽഫെയർ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ ഈ ഒരു ലോഗിൻ ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക്. ആ ലോഗിൻ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജാണ് ഇവിടെ ഓപ്പൺ ആയി വരിക. നമുക്കിത് 2 തരത്തിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് നമുക്കിവിടെ ക്വിക്ക് പേയ്മെൻറ്റ് വഴി പേയ്മെൻറ്റ് അടക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് അടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്വിക്ക് പേയ്മെൻറ്റ് വഴിയാണ് നമ്മൾ അടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വിക്ക് പേയ്മെൻറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മളിവിടെ ആദ്യം കൊടുക്കേണ്ടത് നമ്മളുടെ മെമ്പർഷിപ്പ് നമ്പറാണ്. നമ്മൾ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മെമ്പർഷിപ്പ് നമ്പർ കിട്ടും. ആ നമ്പർ 10 അക്ക ഉണ്ടാവും. അതുപോലെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്താണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ താഴെ കാണിക്കുന്ന ക്യാപ്ച ഇവിടെ അതേപോലെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഷോ എന്ന് പറയുന്ന ഈ ഒരു പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾ അടക്കാനുള്ള തുകയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. പലരും ഇവിടെ ഈ മെമ്പർഷിപ്പ് നമ്പർ എന്ന സ്ഥലത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള റെഫറൻസ് നമ്പറാണ് അടിച്ചു കൊടുക്കാറ്. റെഫറൻസ് നമ്പർ നമ്മുടെ ആ ഒരു അപേക്ഷയുടെ റെഫറൻസ് നമ്പറാണ്. അതല്ല ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. നമ്മളുടെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അവരത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് 10 അക്കമുള്ള ഒരു മെമ്പർഷിപ്പ് നമ്പർ കിട്ടും. ആ മെമ്പർഷിപ്പ് നമ്പറാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മെമ്പർഷിപ്പ് നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ നമ്മളുടെ ഈ ഒരു ക്യാപ്ചയും ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായി അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഡേറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഇതേ ഫോർമാറ്റിൽ തന്നെ അടിച്ചു കൊടുക്കുക. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ അതിനൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഡേറ്റ്, പിന്നെ മന്ത്, പിന്നെ വർഷം. അപ്പോൾ ഈ ഒരു വര തന്നെ ചെയ്യണം. ചില ആളുകൾ പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എറർ എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കൊടുക്കുക. ഇനി നിങ്ങളുടെ ഡേറ്റ് വരുന്നത് 1, 2, 3, 4, 5, 6 അങ്ങനെ 9 വരെ ഡേറ്റ് ആണെങ്കിൽ അതിൻ്റെ മുന്നേ ഒരു 0 കൊടുക്കുക. അതുപോലെ തന്നെ മന്തും അതേപോലെയാണ്. ഇപ്പോൾ 1-ാം മാസം 2-ാം മാസമൊക്കെ വരുന്നതെങ്കിൽ 01, 02 എന്ന ആ ഒരു ഫോർമാറ്റിൽ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഡേറ്റ് ഫോർമാറ്റും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഇവിടെ ഷോ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും. നമ്മളുടെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ എത്രയാണോ എമൗണ്ട് അടക്കാനുള്ളത് ആ ഒരു എമൗണ്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്കിവിടെ ടോട്ടലി അടക്കേണ്ട എമൗണ്ട് കൂടി ഷോ ചെയ്യുന്നുണ്ട്. അതായത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ് അപ്പ് ടു ദ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെൻഷൻ പ്രായം ആകുന്നത് വരെയുള്ള എമൗണ്ട് ഇവിടെ അടക്കാനായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അത് 85,400 ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കാണിക്കുന്നത് നിലവിൽ നമ്മൾ അടക്കാനുള്ള എമൗണ്ടാണ്. ഈ ഒരു ചെക്ക് ചെയ്യുന്ന സമയം വരെ നമ്മൾ അടക്കേണ്ട എമൗണ്ടാണ്. അപ്പോൾ ഇതിൽ എമൗണ്ടൊന്നും അടച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇത് അടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടക്കാനുള്ള ഈ ഒരു എമൗണ്ട് ഇവിടെ താഴെ കാണിക്കും. പേയബിൾ എമൗണ്ട് 3,150 രൂപ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് ഉണ്ടാവുക ആ ഒരു എമൗണ്ടാണ് അവിടെ കാണിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വർഷത്തിൽ അടക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 3,150 രൂപ അടക്കാനില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിലും കുറഞ്ഞ എമൗണ്ടും അല്ലെങ്കിൽ ഇതിലും കൂടിയ എമൗണ്ടും അടക്കുക എന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പേയബിൾ എമൗണ്ടിൻ്റെ ഈ ഒരു കോളത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നമ്മൾ 5,000 അടക്കുന്നുണ്ടെങ്കിൽ 5,000 ആണ് അടക്കുന്നുണ്ടെങ്കിൽ 5,000 അടക്കുക. അല്ല നിങ്ങൾ 10,000 ആണ് അടക്കുന്നത് എങ്കിൽ 10,000 അടക്കാം. അല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 3,000 ഇല്ല 2,000 ഉണ്ടെങ്കിൽ 2,000 അടക്കാം. അതിനുശേഷം പേ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ മോഡ് സെലക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ അടക്കാനുള്ള എമൗണ്ട്, പെൻഷൻ പ്രായം വരെ അടക്കാനുള്ള എമൗണ്ട് ഈ ഒരു എമൗണ്ടാണ് റെഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഒരുമിച്ച് നമുക്ക് അടക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിലേക്ക് കുറേശ്ശെ നമുക്ക് അടച്ചിടാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി 350 രൂപ വെച്ചിട്ട് അടക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ക്യാഷ് അടക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അറിയില്ല, വെറും മെമ്പർഷിപ്പ് നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമാണ് അറിയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വിക്ക് പേയ്മെൻറ്റ് വഴി ചെയ്യാൻ സാധിക്കും. അല്ല നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ക്യാപ്ചയും അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇമെയിൽ ID വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു പോപ്പപ്പ് മെസ്സേജാണ് നമുക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്യുന്ന എല്ലാവർക്കും ഇതേപോലൊരു പോപ്പപ്പ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ പെൻഷൻ ഡേറ്റ് വരുന്നത് ഇന്നതാണ്. ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ അംശാദായവും അതുപോലെ തന്നെ പിഴയുണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തീർക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെൻഷന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലോഗിൻ ചെയ്യുന്ന എല്ലാ ആളുകളുടെ
പേജിലും ഇതുപോലെ പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങളുടെ പെൻഷൻ പ്രായമാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൊബൈൽ വഴി ലോഗിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് വരിക. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നിങ്ങൾ ഡെസ്ക്ടോപ്പിലാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് ലോഗിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ ഓക്കെ അടിച്ചിട്ട് ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ മൊബൈൽ ലോഗിൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ പോപ്പപ്പ് മെസ്സേജ് ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ ബ്രൗസർ എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പ് മോഡിലേക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില ആളുകളുടെ ബ്രൗസറിൽ മുകളിലായിരിക്കും 3 ഡോട്ട് വരുന്നത്, ചില ബ്രൗസറുകളിൽ താഴെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈസി ആയിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോപ്പപ്പ് മെസ്സേജ് ഇവിടുന്ന് പോകുന്നതാണ്. അങ്ങനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷനുകൾ കിട്ടും. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പേ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പെനാൽറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മളുടെ അടക്കാനുള്ള എമൗണ്ടും ടോട്ടൽ നമ്മൾ പെൻഷൻ പ്രായം വരെ അടക്കേണ്ട എമൗണ്ടും കംപ്ലീറ്റ് ഇവിടെ കാണിക്കുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റിയല്ലോ, ഇനി നമ്മളത് സാധാ മൊബൈൽ മോഡിലേക്ക് തന്നെ മാറ്റാവുന്നതാണ്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ അടക്കാനുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം നിലവിൽ അടക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 3150 രൂപയാണ്. ഞാൻ ഈ ഒരാൾക്ക് 10 വർഷത്തേക്കാണ് എമൗണ്ട് അടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് മോഡ് സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്തു ശേഷം ഡൺ കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ താഴെ ഉള്ള ഒരു എമൗണ്ട് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഒരു വർഷത്തേക്ക് 4200 വരുന്നത്. അപ്പോൾ 10 വർഷത്തേക്ക് 42,000 വരിക. ആ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുത്തു. ഇനി പേ നൗ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോയി. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പേജ് ഇവിടെ ഓണായി വരും. അതിൽ നമുക്ക് കാർഡ് വഴിയോ UPI വഴിയോ എങ്ങനെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ഞാനിവിടെ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ UPI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള സംഭവങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പേ ബൈ എനി UPI ആപ്പ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ പേയിലേക്ക് പോകും. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു എമൗണ്ട് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാം. നമ്മളെ പേയ്മെൻറ്റ് ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് പേജിലേക്ക് തന്നെ വരും. അവിടെ നിന്ന് നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സേവ് ആസ് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ അടച്ച ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓൺലൈൻ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു 42,000 ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്നത്. നിങ്ങൾക്ക് മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷത്തേക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പ്രവാസി പെൻഷൻ അതുപോലെ തന്നെ അവർക്ക് ID പുതുക്കാനും പുതിയതെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.